Hello everyone, welcome back to my YouTube channel and to a new video. Today we'll be discussing the essay Culture Industry by Theodore Adorno and Max Horkheimer. കൾച്ചർ ഇൻഡസ്ട്രി എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഏകദേശം ഈ ഒരു എസ്സേയുടെ ഒരു കുറച്ച് ഐഡിയാസ് തന്നെയാണ് പറയുന്നത്. കാരണം കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ളൊരു ടേം തന്നെ കോയിൻ ചെയ്യുന്നത് അഡോർണോയും ഹോക്കൈമറും ആണ്. അവർ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ളൊരു എസ്സേയിലൂടെയാണ്. സോ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഉള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു എസ്സേ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എസ്സേയുടെ ഒരു സമ്മറി ആയിരിക്കും. ഓക്കെ, സോ ദിസ് കംസ് അണ്ടർ MAS for Culture Studies. So first of all, let's take a look at the authors. Theodore Adorno and Max Horkheimer were two of the most prominent figures in the Frankfurt School, a group of German intellectuals that worked together during the 1920s to develop critical theory of society with Marxist influence. അപ്പോൾ ഓതേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എഗെയിൻ ഫ്രാങ്ക്ഫുർട്ട് സ്കൂൾ എന്താണെന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ് ആസ് വെൽ. ഫ്രാങ്ക്ഫുർട്ട് സ്കൂളിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നു അഡോർണോയും ഹോക്കൈമറും. ഫ്രാങ്ക്ഫുർട്ട് സ്കൂൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ അതൊരു ജർമ്മൻ ഇൻ്റലക്ച്വൽസിൻ്റെ ഗ്രൂപ്പായിരുന്നു. മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ് അങ്ങനത്തെ രീതിയിൽ സ്റ്റഡി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻ്റലക്ച്വൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അഡോർണോയുടെ ഹോക്കൈമറുടെ വർക്ക്സും മാർക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് ക്രിട്ടീക്കിംഗ് ദ വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. മാത്രമല്ല ഫ്രാങ്ക്ഫുർട്ട് സ്കൂളിലെ മിക്ക തിയറിസ്റ്റുകൾക്കും ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. അതിൻ്റെ അകത്ത് തന്നെ സൈക്കോളജി, മീഡിയ, മറ്റുള്ള ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ ഇത്രയും ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസും ട്രഡീഷൻ ഓഫ് തോട്ടും എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് സൊസൈറ്റി മെറ്റീരിയലിസ്റ്റിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കൺസ്യൂമറിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനെതിരെ ക്രിട്ടീക്ക് ചെയ്യുക. ആ ഒരു ഗോൾ വെച്ചിട്ടാണ് അവർ ഈ ഡിസിപ്ലിൻസ് എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവന്ന് പല രീതിയിലുള്ള തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദി ഓതേഴ്സ് ഇൻ സ്പെസിഫിക്, both of them were Jewish, and so they had to flee the Nazi Germany in the 1940s and migrate to US. And even there, they suffered under the capitalist society. And that is why their philosophy is based on modern society as controlled by massive anonymous system of power and control which have no humanity in them, which will reduce both society and individuals into a one-dimensional man. അപ്പോൾ അത്രയും ഒരു ശരിക്കും റോബോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റിൻ്റെ പുറകെ മാത്രമാണ് പോകുന്നത്. അത്രയും ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരവരുടെ വർക്കിൽ കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ളൊരു ടേമിലൂടെ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. So it says that culture is not only industrially produced but also industrially producing mind. നമ്മുടെ ചിന്തയെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സൊസൈറ്റി ഒരു കൾച്ചർ ഇൻഡസ്ട്രിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So this actually comes under the book Dialectic of Enlightenment, published shortly after the war in 1947, and the culture industry is a specific chapter in this book. Okay, so ഈ ഒരു എസ്സേയുടെ ബ്രീഫായിട്ടുള്ളൊരു സമ്മറി നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹൗ ദർ ഇസ് നീഡ് ടു സാറ്റിസ്ഫൈ ദ ഗ്രോയിങ് ഡിസയേഴ്സ് ഓഫ് കൺസ്യൂമർ ഫോർ എൻ്റർടൈൻമെൻറ്റ്. എല്ലാ രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഒരു ബിസിനസ് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഏതൊരു പ്രോഗ്രാം എടുത്താലും ആ ഒരു പ്രോഗ്രാമിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് TRP കൂട്ടുക, പോപ്പുലർ ഷോ എന്നുള്ള ടാഗ് ലൈൻ വാങ്ങിക്കുക എന്ന് മാത്രമാണ്. ഈ ഒരു വ്യൂവേഴ്സിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഗോളാണ്. അങ്ങനത്തെ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് പോലും കമേഴ്ഷ്യലൈസ്ഡ് ആയി പോകുന്നു. അപ്പോൾ ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോഡക്ട്സും അതിൻ്റെ ഒറ്റൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ് ജനറേഷൻ.
സോ ദേ ആർ സബ്ജക്റ്റഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് മണി ആൻഡ് പവർ. അപ്പം അങ്ങനത്തെ രീതിയിൽ കൾച്ചർ എന്ന് പറയുന്നത് പോലും, നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ പോലും കമോഡിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൂടെ തന്നെ നമ്മുടെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സും കമോഡിഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് ഈ ഒരു എസ്സേയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ. കാരണം എങ്ങനെയാണ് ഈ ഒരു കമോഡിഫിക്കേഷൻ നടക്കുന്നത്? നമ്മുടെ ഫ്രീ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഇതെല്ലാം തന്നെ റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. സോ ഇറ്റ് ആക്ച്വലി functions as a distraction to the masses from the wrongs done by the ruling government. ഒരു ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പോൾ റൂളിംഗ് പാർട്ടി ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഏതൊരു റൂളിംഗ് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഒരു കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതലും അവർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഒരു എന്താ പറയുക, കുറേ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസും പുറത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് തന്നെ ചില പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്ത് പ്രമുഖ ന്യൂസ് ചാനലിലെല്ലാം ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാണ്. ആ ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള നല്ല നല്ല പോളിസീസ് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനത്തെ രീതിയിൽ വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ്, അങ്ങനത്തെ രീതിയിലുള്ള പ്രോഗ്രാംസാണ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. ഇത് കാണുന്ന വ്യൂവേഴ്സ് കൂടുതലും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ടാഗ് ലൈനിലാണ് ഈ പ്രോഗ്രാംസ് എല്ലാം വരുന്നത്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഫ്രീ തിങ്കിങ്, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. കാരണം ഗവൺമെൻറ്റിന് നല്ല കാര്യങ്ങൾ മാത്രം കാണുന്ന ഒരു പ്രോഗ്രാമിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. അതായത് എല്ലാ ഗവൺമെൻറ്റും കറപ്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ന്യൂസ് എല്ലാ ഗവൺമെൻറ്റും കേൾക്കേണ്ടി വരുന്ന ഒരു പഴിയാണ്. അപ്പോൾ അതിനെക്കാട്ടിലും അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് അവരെ ജയിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു വൺ വേ തിങ്കിങ്, വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള രീതിയിൽ അവരുടെ ചിന്ത വഴിതിരിച്ചു വിടുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? വ്യൂവേഴ്സ് ആ ഒരു ബയസ് ആയിട്ടുള്ളൊരു ഇത് കാണുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് അവിടെ നഷ്ടപ്പെടുത്തുകയാണ്. ഇതാണ് ശരിക്കും കമോഡിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ കൾച്ചർ ഇൻഡസ്ട്രി ഷേപ്പ് ആൻഡ് കണ്ടീഷൻ റിയാലിറ്റി. അപ്പോൾ അതായത് നമ്മൾ കാണുന്ന റിയാലിറ്റി ശരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൾച്ചർ ഇൻഡസ്ട്രി ആണ്. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന റിയാലിറ്റീസ്, നമ്മൾ കാണുന്ന ന്യൂസ്, അതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് കാണണം, എങ്ങനത്തെ രീതിയിൽ ഒരു ന്യൂസ് എടുക്കണമെന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ഹൗ കൾച്ചർ ഇൻഡസ്ട്രി, ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിംഗ് റെഫ്യൂജ് ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫ്രം വർക്ക്, പുഷ്ഡ് വർക്കേഴ്സ് ഇൻ ടു എ വേൾഡ് ഓഫ് കൺസ്യൂമറിസം. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എടുക്കാൻ പറ്റും. കാരണം അഡ്വർടൈസ്മെൻ്റ് എല്ലാം തന്നെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എല്ലാവർക്കും വേണമെന്നില്ല. നമുക്ക് ശരിക്കും നമ്മൾ കാണുമ്പോൾ ഒരു കിച്ചൺ പ്രോഡക്റ്റ് തന്നെ എടുക്കാം. ഏറ്റവും കൂടുതൽ കിച്ചൺ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരു വീട്ടിലാവശ്യമുള്ള ഒരു ഉപകരണമായിരിക്കും കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് കാണത്തില്ല. പക്ഷേ കുറേ രീതിയിലുള്ള ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ വരും, ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ 50% ഓഫ് എന്നുള്ള രീതിയിലുള്ളൊരു സെയിൽസും ഡിസ്കൗണ്ട് ഓഫറൊക്കെ വരും. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജോലി തിരക്കാണ്, അപ്പോൾ നമ്മുടെ ഒരു സമയം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയെല്ലാം ചെയ്യാൻ എളുപ്പമാക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സും സർവീസും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി അങ്ങനെ ചിന്തിക്കും, ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടുമല്ലോ, പെട്ടെന്ന് ജോലി തീർക്കാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാണുമ്പോൾ നമ്മൾ പറയും, സാധാരണ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും, ഇത് ഇത്രയും പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അങ്ങനത്തെ രീതിയിലുള്ള പല രീതിയിലുള്ള ഓഫേഴ്സ് വെച്ചിട്ടായിരിക്കും ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഓരോ പ്രോഡക്റ്റും സർവീസും കൊടുക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി ദ ടാഗ് ഇസ് to make our life easier and enjoyable. But ultimately, the hidden agenda is that they just want more sales. They just want to maintain their business and generate profit, which we do not see. Again, TV show, film ഒക്കെ എടുക്കുകയാണെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത് there is something for everyone. എല്ലാ ഏജ് ഗ്രൂപ്പിലും
എല്ലാവർക്കും അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ളൊരു പ്രോഗ്രാംസ് കാണും. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ, അഡൽട്സിനാണെങ്കിൽ അഡൽട്ട് റേറ്റഡ് ആയിട്ടുള്ള മൂവീസും ടി വി ഷോസും ഉണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് അവർക്ക് കുറേ പുരാണങ്ങളുണ്ട്, പുരാണത്തിൻ്റെ ഒരു റീടെല്ലിങ്സ് ആയിട്ടുള്ള കുറേ സീരിയലുകളുണ്ട്. സോ എല്ലാ ഏജ് ഗ്രൂപ്പിനും എല്ലാ മൈൻഡ് സെറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. എഗെയിൻ ഇതാണ് മാസ് കൺസംഷൻ എന്ന് പറയുന്നത്. കാരണം എഗെയിൻ അതെല്ലാം ബിസിനസ്സാണ്. ഈ ഒരു പ്രോഗ്രാംസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം അവർ ടാർഗറ്റ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പിലുള്ളവർ ഏത് സമയത്താണ് ടി വി വെക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലുള്ള കണ്ടന്റാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവർക്കൊരു ഐഡിയ ഉണ്ട്. അങ്ങനെയാണ് അവർ പലപ്പോഴും ഒരു ഓർഡേർഡ് ഫാഷനിലും ടൈം ടേബിളിലും പല പ്രോഗ്രാംസും ഇറക്കുന്നത്. കാരണം പുരാണ സീരിയൽസൊക്കെ ഏകദേശം ഒരു സന്ധ്യാസമയത്താണ് വരുന്നത്. 6 മണി ആ ഒരു സമയത്താണ് ഏകദേശം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏത് ചാനലാണെങ്കിലും ഒരു 6 മണി 7 മണി ആ ഒരു സമയത്തായിരിക്കും മഹാഭാരത, രാമായണ പോലത്തുള്ള സീരിയൽസിൻ്റെ ടെലികാസ്റ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ ടി വി പ്രീമിയേഴ്സ്, ചില മൂവി പ്രീമിയേഴ്സ് ഉണ്ടല്ലോ, തിയേറ്ററിന് ശേഷം ടി വിയിലേക്ക് വരുന്നത്, അത് കൂടുതലും സൺഡേസിലായിരിക്കും വരുന്നത്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ അവരുടെ ജോലി തിരക്കെല്ലാം മാറ്റി വെച്ച്, കുട്ടികളാണെങ്കിൽ സ്കൂളും കോളേജൊന്നും ഇല്ല, അതുപോലെ തന്നെ അഡൽട്ട്സ് ആണെങ്കിൽ സൺഡേ ഫ്രീ ആണ്. അപ്പോൾ സൺഡേ ഒരു ഉച്ച സമയമൊക്കെ അല്ലെങ്കിൽ ഒരു വൈകിട്ട് ഈ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ ആ ഒരു പ്രീമിയർ കാണുമെന്ന് ഇടുന്നവർക്കറിയാം. അതുകൊണ്ടാണ് സൺഡേസിൽ ഈ ഒരു വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഒക്കെ വരുന്നത്. എഗെയിൻ ന്യൂസ് ഡിസ്കഷൻസ് എപ്പോഴും വരുന്നതാണ്, പക്ഷെ എന്നാലും ഒരു പ്രൈം ടൈം ന്യൂസ് ഡിസ്കഷൻ കാണുമല്ലോ, അതെപ്പോഴും രാത്രിയാണ്. ഒരു പക്ഷേ എഗെയിൻ രാത്രിയാവുമ്പോൾ എല്ലാവരും സ്കൂളും കോളേജൊക്കെ കഴിയും, കുട്ടികൾ ഫ്രീ ആവും. അതുപോലെ തന്നെ അഡൽട്ട്സ് വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈമാണ്. രാത്രിയായിരിക്കും മിക്കപ്പോഴും എല്ലാവരും ടി വിയുടെ മുമ്പിലിരിക്കുന്നത്, പ്രത്യേകിച്ച് ന്യൂസ് എടുത്ത് നോക്കുന്നത്. ആ സമയം ഡിസ്കഷൻ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈം ടേബിൾ. സോ എവറിത്തിങ് ഈസ് micro managed because they know about mass consumption, and this is how mass media mixes high and low culture. High culture എന്ന് പറയുന്നത് എന്താണ്? അവാർഡ് ഷോ, കോൺസേർട്സ്, ഈ കച്ചേരി പോലത്തുള്ള അല്ലെങ്കിൽ കഥകളി അങ്ങനത്തെ രീതിയിലുള്ള ഡാൻസ് ഫോംസും കാര്യങ്ങളൊക്കെയാണ് ഹൈ കൾച്ചർ എന്ന് പറയുന്നത്. ഇലൈറ്റ് കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എഗെയിൻ ലോ കൾച്ചർ മോസ്റ്റ്ലി റെഫേഴ്സ് ടു ഫോക്ക് ആർട്സ്, നാടൻ പാട്ടും അങ്ങനത്തെ രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ലോ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ് മാസ് മീഡിയ. കാരണം എഗെയിൻ ഞാൻ പറഞ്ഞു, ദർ ഇസ് സംതിങ് ഫോർ എവ്രി വൺ. അപ്പോൾ ഹൈ കൾച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്, ലോ കൾച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ടി വി ഷോസ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്, വെബ് സീരീസ്, മൂവീസ്, ന്യൂസ് ഡിസ്കഷൻ, കിഡ്സ് പ്രോഗ്രാംസ്, എവറിത്തിങ്. So the consumer actually feels that the media is catering to his own need and has the feeling of being well informed and involved. But in fact, it's only an illusion created by the media. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. കുക്കറി ഷോ വേണവർക്ക് കുക്കറി ഷോ ഉണ്ട്. മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് മ്യൂസിക് സെപ്പറേറ്റ് ഒരു ചാനൽസ് തന്നെ ഉണ്ട്, മ്യൂസിക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്. അല്ലാത്ത റിയാലിറ്റി ഷോസ് വേണ്ടവർക്ക് അങ്ങനത്തെ രീതിയിലും ചാനലുകൾ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫീലിംഗ് ആയിരിക്കും. നമുക്ക് തോന്നും ഓക്കെ, നമുക്ക് വേണ്ടി ഇൻഡിവിജ്വലി കാറ്റഗറൈസ് ചെയ്ത് പ്രോഗ്രാംസ് നിൽക്കുന്നു, നമ്മൾ ഇൻഫോംഡ് ആണ്, നമ്മൾ ഇൻവോൾവ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻഡിവിജ്വൽ ഫീലിംഗ് ഉണ്ടാകുമെങ്കിലും ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ ക്രിയേറ്റഡ് ബൈ മീഡിയ. ഈ ഒരു തോന്നൽ, നമ്മളിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു തോന്നൽ, ഇതാണ് മീഡിയ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവരെ ഏറ്റവും കൂടുതൽ അച്ചീവും ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീൽ, ഒരു വെബ് സീരീസിൻ്റെ ഒറ്റൊരു റീൽ കൂടിപ്പോയാൽ 2 റീൽ കണ്ടു എന്നിരിക്കട്ടെ, അടുത്ത ദിവസം നമ്മുടെ ഫീഡിൽ ഒരു 80% ആ വെബ് സീരീസിൻ്റെ റീൽസും പോസ്റ്റും ആയിരിക്കും. ഹൗ? Because they are tracking our moments. They are tracking what we are actually viewing and giving us what we want. യൂട്യൂബിലും സെയിം മെത്തഡോളജിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ പോലും അടുത്ത പ്രാവശ്യം നമ്മുടെ ഫീഡിൽ കൂടുതൽ അങ്ങനത്തെ രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കും അവൈലബിൾ ആകുന്നത്. സോ വി ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് വി ആർ ബീങ് ഇൻഫോംഡ്, വി ആർ ബീങ് ഇൻവോൾവ്.
but it's just an illusion. That's the reality. And this is how the consumer is dependent on the culture industry even when he or she criticizes it for its paparazzi nature. അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ കുറേ സെലിബ്രിറ്റി ഗോസിപ്പ് നമ്മൾ കാണാറുണ്ട്. ഒരേ സെലിബ്രിറ്റീസ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതും പാപ്പരാച്ചികൾ അവരുടെ പുറകെ പോകുന്നതും ഓരോരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഈവൻ അവരുടെ പേഴ്സണൽ ആ ഒരു സ്പേസിൽ തന്നെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇവരെന്താ ഇങ്ങനെ ഇത്രയും ഇത് എന്താ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിഹേവിയർ അല്ല ഇങ്ങനത്തെ ഒരു പേഴ്സണൽ സ്പേസിൽ കയറുക, അതുപോലെ തന്നെ പെർമിഷൻ കൂടാതെ സെൽഫി എടുക്കാൻ നോക്കുക, അങ്ങനത്തെ രീതിയിൽ അവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മൾ എന്തായാലും ക്രിട്ടിസൈസ് ചെയ്യും. ഇവരെന്താ ഇങ്ങനെ, ഈ പാപ്പരാച്ചികൾ എന്താ ഇങ്ങനെ, ഇവർക്കൊന്നും എന്താണ് പ്രൈവസി എന്താണ് അർത്ഥം ഒന്നും അറിയത്തില്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ അടുത്ത പ്രാവശ്യം ഇതേ രീതിയിലുള്ളൊരു സെലിബ്രിറ്റി ഗോസിപ്പ് അല്ലെങ്കിൽ ന്യൂസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഈ ക്രിട്ടിസൈസ് ചെയ്ത എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ആ ഒരു വീഡിയോ എടുത്ത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. സോ ഇതിൻ്റെ ഐഡിയ എന്താണ്, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് പ്രൈവസി എന്നും അതിൻ്റെ ഒരു ബൗണ്ടറിയുടെ ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ നമുക്കറിയാം. പക്ഷേ മീഡിയ കണ്ടം ചെയ്യുമ്പോൾ പോലും നമ്മൾ അതേ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഡിപ്പെൻഡഡ് ആണ്. കാരണം ഇങ്ങനത്തെ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്താ പറയുക നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുള്ളൂ. സോ ദാറ്റ്സ് ദ ഐറണി. സോ ആക്ച്വലി മീഡിയ പോർട്രേ ദ ഗുഡ് ലൈഫ് ആസ് റിയാലിറ്റി ആൻഡ് ദേ ടാർഗറ്റ് ദി വീക്കർ ക്ലാസ്. Their target is to provide a temporary happiness and pursue people towards unachievable dreams. Thus, it demotes the value of culture. ഇതിനും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ആക്ച്വലി എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു എസ്സേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് സീരിയലുകൾ എടുത്ത് നോക്കിയാൽ മതി. മലയാളം ആണെങ്കിലും ഹിന്ദി സീരിയലാണെങ്കിലും എന്താ പറയുക, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ വീട്ടിലൊരു ഹൗസ് ഹോൾഡ് ആയിരിക്കും മിക്കപ്പോഴും കാണുന്ന, ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കും കൂടുതലും ഉള്ളത്. അപ്പോൾ ആ ഒരു വീടിൻ്റെ അകം കാണിക്കുമ്പോഴും അഗെയിൻ ഇറ്റ്സ് എ ബിഗ് പാലഷ്യൽ ഹൗസാണ്. നമ്മുടെ ഒരു 2 floor ബിൽഡിംഗ് ഒന്നും ആയിരിക്കത്തില്ല, കുറച്ചും കൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാലും കൂടുതലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ദേ വിൽ ബി എക്സ്ട്രീംലി വെൽ ഡ്രസ്ഡ്. എക്സ്ട്രീംലി വെൽ ഡ്രസ്ഡ് ഇൻ ദ സെൻസ് പട്ടുസാരികളൊക്കെ ഉടുത്ത് ജ്വല്ലറിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ടായിരിക്കും അവർ കൂടുതലും നിൽക്കുന്നത്. ബട്ട് ടെക്നിക്കലി നമ്മൾ ആരെങ്കിലും അങ്ങനെയാണോ സാധാരണ വീട്ടിൽ നിൽക്കുന്നത്? ഒരിക്കലും അല്ല, റൈറ്റ്? പക്ഷേ നമ്മൾ സീരിയലിൽ കാണുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഒരു സൺഡേ ഒരു സൺഡേ ആയിരിക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്നതൊക്കെ ആയിരിക്കും സീൻ. അപ്പോൾ പ്രത്യേകിച്ച് അവരെവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാനാണ്. പക്ഷേ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ എന്താണ്, സാരി ഉടുക്കുന്നു, അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിലുള്ള ഫോർമൽ വെയർ ആണ് അവർ ചെയ്യുന്നത്, അതുപോലെ ജ്വല്ലറി, മേക്കപ്പ്. സോ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് റിലേറ്റബിൾ ഫോർ അസ്. കാരണം നമ്മൾ ഒരിക്കലും വീട്ടിൽ അങ്ങനത്തെ രീതിയിൽ ഇരിക്കത്തില്ല. നമ്മളെപ്പോഴും ഫോർമൽ ഫങ്ഷൻ, പുറത്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒരുങ്ങത്തുള്ളൂ. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. സോ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ബേസിക്കലി ദേ ജസ്റ്റ് വാണ്ട് ടു പോർട്രേ എ ഗുഡ് ലൈഫ്. അതായത് ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്നില്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ ദിസ് ഇസ് ദി കൾച്ചർ ദാറ്റ് യു ഷുഡ് അറ്റെയിൻ, ദിസ് ഇസ് ദി ഗുഡ് ലൈഫ് എന്നുള്ള രീതിയിൽ ഒരു സ്യൂഡോ റിയാലിറ്റിയാണ് മീഡിയ പോർട്രേ ചെയ്യുന്നത്. അതാണ് മീഡിയയുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നതും. അവരാണ് ആ ഒരു റിയാലിറ്റി എന്താണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. എഗെയിൻ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും വീക്കർ ക്ലാസ്സിനെയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനത്തെ രീതിയിൽ ഇന്ന പ്രോഡക്ട്സ് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ താണു പോകും, അല്ലെങ്കിൽ ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ ഇന്ന സർവീസസ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു എന്നുള്ള രീതിയിൽ ഒരു ഹ്യൂമിലിയേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഡിസയറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു ഡിസയർ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓഫേഴ്സും ഡിസ്കൗണ്ടും പല രീതിയിലുള്ള കാര്യങ്ങളും വരുന്നത്. 1 day ഡെലിവറി പോലത്തുള്ള ഓഫേഴ്സൊക്കെ ഇന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ടു ബിൽഡ് ദാറ്റ് ഡിസയർ ഫോർ ബൈയിങ്.
ഇതൊക്കെയാണ് കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ്. സോ ആസ് എ കൺക്ലൂഷൻ, culture industry is a term used by the social thinkers Theodor Adorno and Max Horkheimer to describe how popular culture in the capitalist society functions like an industry in producing standardized product which produce standardized people. ആൻഡ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾ വഴി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കാരണം എക്സാമ്പിൾ വഴി ഡിസ്കസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ആഡ്സ് ഡിസ്കസ് ചെയ്തു, സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തു, TV ഷോസും സീരിയൽസും വരുമ്പോൾ എങ്ങനെയാണ് അവർ ഒരു സ്യൂഡോ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ബേസിക്കലി അക്കോർഡിംഗ് ടു ദ ഓതേഴ്സ്, ദിസ് ഈസ് നോട്ട് എ കോയിൻസിഡൻസ്. They send the consumers message about how good lives should look, prompting people to adopt a certain version of the American dream. And the concept of culture industry become widely held in sociology, media studies and critical theory, and it remains functional till these days in describing how mass culture and big business are inherently bound together to make up a large scale system of control and exploitation. So, some years after culture industry, enlightenment as mass deception, this is the title, actual full title of the essay. Adorno wrote another article titled Culture Industry Reconsidered, elaborating on the ideas and definition of his initial essay with Horkheimer. So, this is conclusion. I hope this was useful. നമ്മൾ കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെപ്റ്റിനെ കുറിച്ച്. അതും കൂടി റെഫർ ചെയ്യുകയാണെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഇസ് ദാറ്റ് കോൺസെപ്റ്റ്. ഇതിൽ നമ്മൾ കൂടുതലും എസ്സേയുടെ ഒരു ബേസിക് സമ്മറിയാണ് നോക്കിയത്. സോ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ, ആൻഡ് ഇഫ് യെസ്, ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ യുവർ ഒപ്പീനിയൻ ആസ് വെൽ. I'll see you in the next video. Till then, thank you for listening.